എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം. 30-ാം വർഷം 4-ാം മാസം 5-ാം ദിവസം ഞാൻ കേബാർ നദിയുടെ തീരത്ത് പ്രവാസികളോടൊത്ത് കഴിയുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. എനിക്ക് ദൈവത്തിൻ്റെ ദർശനങ്ങളുണ്ടായി. മാസത്തിൻ്റെ 5-ാം ദിവസം യെഹോയാക്കിൻ രാജാവിൻ്റെ പ്രവാസത്തിൻ്റെ 5-ാം വർഷം കൽദായ ദേശത്ത് കേബാർ നദീതീരത്ത് വെച്ച് ബുസിയുടെ പുത്രനും പുരോഹിതനുമായ എസെക്കിയേലിന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അവിടെ കർത്താവിൻ്റെ കരം അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ഞാൻ നോക്കി, ഇതാ വടക്ക് നിന്നും ഒരു കൊടുങ്കാറ്റ് പുറപ്പെടുന്നു. ഒരു വലിയ മേഘവും അതിനു ചുറ്റും പ്രകാശം പരത്തി ജ്വലിക്കുന്ന തീയും തീയുടെ നടുവിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളോടുപോലെ എന്തോ ഒന്നും. 4 ജീവികളുടെ രൂപങ്ങൾ അതിൻ്റെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവയ്ക്ക് മനുഷ്യരുടെ ആകൃതിയായിരുന്നു. എന്നാൽ ഓരോന്നിനും 4 മുഖങ്ങളും 4 ചിറകുകളും ഉണ്ടായിരുന്നു. അവയുടെ കാലുകൾ നിവർന്നതും കാലടികൾ കാളക്കുട്ടിയുടെ കുളമ്പ് പോലെയുള്ളതുമായിരുന്നു. തേച്ചുമിനുക്കിയ ഓടുപോലെ അവ തിളങ്ങി. അവയുടെ 4 വശത്തും ചിറകുകൾക്ക് കീഴിൽ മനുഷ്യകരങ്ങളുണ്ടായിരുന്നു. 4നും മുഖങ്ങളും ചിറകുകളും ഉണ്ടായിരുന്നു. അവയുടെ ചിറകുകൾ പരസ്പരം സ്പർശിച്ചിരുന്നു. ഓരോന്നും ഇടം വലം തിരിയാതെ നേരെ മുമ്പോട്ട് നീങ്ങിയിരുന്നു. അവയുടെ മുഖങ്ങൾ ഇപ്രകാരമായിരുന്നു. 4നും മുൻഭാഗത്ത് മനുഷ്യൻ്റെ മുഖം, വലത്തുവശത്ത് സിംഹത്തിൻ്റെ മുഖം, ഇടത്തുവശത്ത് കാളയുടെ മുഖം, പിൻഭാഗത്ത് കഴുകൻ്റെ മുഖം. അവയുടെ മുഖങ്ങൾ അങ്ങനെ. ചിറകുകൾ മേലോട്ട് വിരിച്ചിരിക്കുന്നു. ഓരോ ജീവിക്കും അടുത്തു നിൽക്കുന്ന ജീവിയുടെ ചിറകുകളെ സ്പർശിക്കുന്ന ഈ 2 ചിറകുകളും ശരീരം മറയ്ക്കുന്ന ഈ 2 ചിറകുകളും ഉണ്ടായിരുന്നു. അവയോരോന്നും നേരെ മുമ്പോട്ട് പോയിരുന്നു. എങ്ങോട്ട് പോകണമെന്ന് ആത്മാവ് ഇച്ഛിച്ചുവോ അങ്ങോട്ടവ പോയി. ഇടം വലം തിരിഞ്ഞില്ല. ആ ജീവികളുടെ രൂപം ജ്വലിക്കുന്ന തീക്കനൽ പോലെയായിരുന്നു. അവയ്ക്കിടയിൽ തീപ്പന്തം പോലെ എന്തോ ഒന്ന് ചലിച്ചിരുന്നു. ആ അഗ്നി ശോഭയുള്ളതായിരുന്നു. അതിൽ നിന്ന് മിന്നൽ പിണർ പുറപ്പെട്ടിരുന്നു. ആ ജീവികൾ ഇടിമിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ആ ജീവികളെ സൂക്ഷിച്ചു നോക്കി. അതാ അവയ്ക്ക് ഓരോന്നിനും സമീപത്ത് ഭൂമിയിൽ ഓരോ ചക്രം. അവയുടെ രൂപവും ഘടനയും അവ ഗോമേതകം പോലെ ശോഭിച്ചിരുന്നു. അവയ്ക്ക് 4നും ഒരേ രൂപമായിരുന്നു. ഒരു ചക്രത്തിനുള്ളിൽ മറ്റൊന്ന് എന്ന വിധമായിരുന്നു അവയുടെ ഘടന. അവ ചരിക്കുമ്പോൾ 4ൽ ഏത് ദിക്കിലേക്കും ഇടം വലം തിരിയാതെ പോകാമായിരുന്നു. അവയുടെ പട്ടകൾ ഭയമുളവാക്കത്തക്ക വിധം ഉയരമുള്ളതായിരുന്നു. 4ൻ്റെയും പട്ടകൾക്ക് ചുറ്റും നിറയെ കണ്ണുകൾ ഉണ്ടായിരുന്നു. ആ ജീവികൾ നടന്നപ്പോൾ ചക്രങ്ങളും അവയോട് ചേർന്ന് നീങ്ങിയിരുന്നു. ജീവികൾ നിലത്ത് നിന്ന് ഉയരുമ്പോൾ ചക്രങ്ങളും ഉയരും. അവ എവിടെ പോകണമെന്ന് ആത്മാവ് ഇച്ഛിച്ചുവോ അവിടെയെല്ലാം അവ പോയി. അവയോടൊപ്പം ചക്രങ്ങളും പോയി. എന്തെന്നാൽ ആ ജീവികളുടെ ആത്മാവ് ആ ചക്രങ്ങളിലുണ്ടായിരുന്നു. ജീവികൾ ചലിക്കുമ്പോൾ ചക്രങ്ങളും ചലിച്ചിരുന്നു. അവ നിൽക്കുമ്പോൾ ചക്രങ്ങളും നിൽക്കും. അവ ഭൂമിയിൽ നിന്ന് ഉയർന്നപ്പോൾ ചക്രങ്ങളും ഉയർന്നു. കാരണം ആ ജീവികളുടെ ആത്മാവ് ആ ചക്രങ്ങളിലുണ്ടായിരുന്നു. ആ ജീവികളുടെ തലയ്ക്ക് മുകളിൽ സ്ഫടികം പോലെ തിളങ്ങുന്ന ഒരു വിതാനമുണ്ടായിരുന്നു. അത് അവയുടെ തലയ്ക്ക് മുകളിൽ വിരിഞ്ഞു നിന്നു. അവയുടെ ചിറകുകൾ ആ വിതാനത്തിന് കീഴിൽ ഒന്നിൻ്റെ ചിറക് അടുത്തതിൻ്റേതിൽ സ്പർശിക്കുമാറ് നിവർത്തിപ്പിടിച്ചിരുന്നു. അവയോരോന്നിനും തങ്ങളുടെ ശരീരം മറയ്ക്കുന്നതിന് ഈ 2 ചിറകുകളുണ്ടായിരുന്നു. അവ പറന്നപ്പോൾ അവയുടെ ചിറകുകളുടെ ശബ്ദം ഞാൻ കേട്ടു. അത് മലവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെയും സർവശക്തൻ്റെ ഗംഭീരനാദം പോലെയും സൈന്യത്തിൻ്റെ ആരവം പോലെയും മുഴക്കമുള്ളതായിരുന്നു. അവ നിശ്ചലമായി നിന്നപ്പോൾ ചിറകുകൾ താഴ്ത്തി ഇട്ടിരുന്നു. അവയുടെ തലയ്ക്ക് മുകളിലുള്ള വിതാനത്തിന് മുകളിൽ നിന്ന് ഒരു സ്വരമുണ്ടായി. അവ നിശ്ചലമായി നിന്നപ്പോൾ ചിറകുകൾ താഴ്ത്തിയിട്ടിരുന്നു. അവയുടെ തലയ്ക്ക് മുകളിലുള്ള വിതാനത്തിന് മീതെ ഇന്ദ്രനീല കല്ലുപോലുള്ള ഒരു സിംഹാസനത്തിൻ്റെ രൂപം ഉണ്ടായിരുന്നു. മനുഷ്യൻ്റേതുപോലെയുള്ള ഒരു രൂപം അതിൽ ഇരിപ്പുണ്ടായിരുന്നു. അവൻ്റെ അരക്കെട്ട് പോലെ തോന്നിച്ചിരുന്നതിൻ്റെ മുകൾ ഭാഗം തിളങ്ങുന്ന ഓടുപോലെയും അഗ്നി കൊണ്ട് പൊതിഞ്ഞിരുന്നാൽ എന്ന പോലെയും കാണപ്പെട്ടു. താഴെയുള്ള ഭാഗം അഗ്നി പോലെ കാണപ്പെട്ടു. അവന് ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു.
മഴയുള്ള ദിവസം മേഘത്തിൽ കാണപ്പെടുന്ന മഴവില്ല് പോലെയായിരുന്നു അവൻ്റെ ചുറ്റുമുണ്ടായിരുന്ന പ്രകാശം. കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ രൂപം കാണപ്പെട്ടത് ഈ വിധത്തിലാണ്. ഇവ ദർശിച്ച മാത്രയിൽ ഞാൻ കമിഴ്ന്നു വീണു. ആരോ സംസാരിക്കുന്ന സ്വരം ഞാൻ കേട്ടു.